വൈഭവ് സൂര്യവംശി എന്ന കൗമാര വിസ്മയം സൃഷ്ടിച്ച തരംഗം അടങ്ങും മുമ്പ് യുവപ്രതിഭകളുടെ പുതിയൊരു പടയോട്ടത്തിന് വേദിയാക്കാൻ ഒരുങ്ങുകയാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ. ഭാവിയിലെ വാഗ്ദാനങ്ങളായ ഒരുപിടി കൗമാര താരങ്ങളാണ് ഇത്തവണ ലീഗിന്റെ പ്രധാന ആകർഷണം. ഇന്ത്യൻ അണ്ടർ-19 ടീമംഗം മാനവ് കൃഷ്ണ, മുഹമ്മദ് ഇനാൻ, കെ.ആർ. രോഹിത്, അമയ് മനോജ്, ജോബിൻ ജോബി എന്നിവരടങ്ങുന്ന കൗമാരക്കൂട്ടത്തിന്റെ പ്രകടനത്തിലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മേൽപ്പറഞ്ഞ പ്രമുഖരായ കൗമാര താരങ്ങളിൽ 4 പേരും ഇത്തവണ അണിനിരക്കുന്നത് തൃശൂർ ടൈറ്റൻസിനൊപ്പമാണ് എന്നത് ടീമിന്റെ കരുത്ത് ഇരട്ടിയാക്കുന്നുണ്ട്. കെ.ആർ. രോഹിത് കഴിഞ്ഞ സീസണിൽ തന്നെ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരുന്നു. രോഹിത്തിനെ ലേലത്തിലൂടെ നിലനിർത്തിയ ടൈറ്റൻസ് മാനവ് കൃഷ്ണയെയും മുഹമ്മദ് ഇനാനെയും അമയ് മനോജിനെയും പുതുതായി ടീമിലെത്തിക്കുകയായിരുന്നു. ഈ യുവതാരങ്ങളുടെ വരവ് തൃശൂർ നിരയെ കൂടുതൽ സന്തുലിതവും അപകടകാരിയുമാക്കി മാറ്റുന്നു. കഴിഞ്ഞ സീസണിൽ 2 മത്സരത്തിൽ മാത്രമായിരുന്നു രോഹിത് കളിക്കാനിറങ്ങിയതെങ്കിലും ലഭിച്ച അവസരം മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു കളിയിൽ 30 റൺസ് നേടുകയും ചെയ്തു. അതിവേഗം സ്കോർ ചെയ്യാനുള്ള അന്തർലീനമായ മികവാണ് ലീഗിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയായ രോഹിത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. 16-ാം വയസ്സിൽ കേരളത്തിനു വേണ്ടി അണ്ടർ-19 തലത്തിൽ അരങ്ങേറ്റം കുറിച്ച രോഹിത് തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. കഴിഞ്ഞ സീസണിലെ NSK ട്രോഫിയിൽ 10 പന്തുകളിൽ 5 സിക്സും 2 ഫോറുകളുമടക്കം 39 റൺസ് വാരിക്കൂട്ടിയ രോഹിത് ഫൈനലിലെ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ടീമിന് വേഗത്തിൽ സ്കോർ ഉയർത്താൻ സഹായിക്കുന്ന നിർണായക ഘടകമാണ് ഈ യുവതാരം. കഴിഞ്ഞ സീസണിൽ കേരളത്തിന്റെ അണ്ടർ-19 ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന മാനവ് കൃഷ്ണ തന്റെ മിടുക്കുകൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയനായ താരമാണ്. 2 സെഞ്ചുറികളടക്കം സീസണിലുടനീളം കാഴ്ചവെച്ച പ്രകടനമാണ് അദ്ദേഹത്തിന് ദേശീയ അണ്ടർ-19 ടീമിലേക്ക് വഴി തുറന്നത്. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിലൂടെ കേരളത്തിനു വേണ്ടി സീനിയർ തലത്തിലും മാനവ് അരങ്ങേറ്റം കുറിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ ശ്രീലങ്കൻ പര്യടനത്തിലും സെഞ്ചുറി നേടിയ താരം തന്റെ പ്രതിഭ തെളിയിച്ചു. വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന മാനവ് പുതിയ സീസണിൽ തൃശൂർ ടൈറ്റൻസിന് വലിയ മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. മാനവിനെ പോലെ ദേശീയ അണ്ടർ-19 ടീമിൽ കേരളത്തിന്റെ അഭിമാന സാന്നിധ്യമറിയിച്ച മറ്റൊരു പ്രമുഖ താരമാണ് മുഹമ്മദ് ഇനാൻ. ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഈ യുവ സ്പിന്നറുടെ വളർച്ച അതിവേഗമായിരുന്നു. ദുബായിൽ ഇതിഹാസ താരം സക്ലൈൻ മുസ്താഖിന് കീഴിൽ സ്പിൻ ബോളിംഗിന്റെ ആദ്യ പാഠങ്ങൾ സ്വന്തമാക്കിയ താരം പിന്നീട് നാട്ടിലെത്തി ജൂനിയർ ക്രിക്കറ്റിലൂടെ അതിവേഗം ശ്രദ്ധേയനായി. വേഗത്തിലുള്ള ആക്ഷനും നിഗൂഢമായ എറിയാനുള്ള അസാധാരണ കഴിവുമാണ് മുഹമ്മദ് ഇനാനെ മറ്റ് യുവ ബോളർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെതിരെയുള്ള പരമ്പരകളിൽ ഇന്ത്യൻ അണ്ടർ-19 ടീമിനു വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഇനാൻ ഇന്ത്യയുടെ അണ്ടർ-19 ലോകകപ്പ് ടീമിലും അംഗമായിരുന്നു. ബോളിംഗിന് പുറമെ ബാറ്റിംഗിലും മികവ് പുലർത്തുന്ന താരം കഴിഞ്ഞ വർഷം അണ്ടർ-19 ടൂർണമെന്റിൽ 74 പന്തുകളിൽ നിന്ന് 105 റൺസ് നേടി തന്റെ ബാറ്റിംഗ് മികവ് തെളിയിച്ചിരുന്നു. ഇനാന്റെ സമ്പൂർണ്ണ ഓൾറൗണ്ട് മികവ് പുതിയ സീസണിൽ ടൈറ്റൻസിന്റെ തന്ത്രങ്ങളിൽ നിർണായകമാകും. തൃശൂരിനു വേണ്ടി തന്നെ ഇറങ്ങുന്ന മറ്റൊരു യുവ പ്രതിഭയാണ് അമയ് മനോജ്. കഴിഞ്ഞ അണ്ടർ-19 സീസണിൽ കേരളത്തിനു വേണ്ടി ഏറ്റവുമധികം സ്ഥിരത പുലർത്തിയ ബാറ്റർമാരിൽ ഒരാളാണ് അമയ്. പഞ്ചാബിനെതിരെയുള്ള നിർണായക മത്സരത്തിൽ നേടിയ സെഞ്ചുറികൾ ഉൾപ്പെടെ പല മത്സരങ്ങളിലും പ്രതിസന്ധി ഘട്ടത്തിൽ അമയ് ടീമിന്റെ രക്ഷകനായി മാറി. കഴിഞ്ഞ മാസം നടന്ന CCM ട്രോഫിയിലും സെഞ്ചുറി നേടി അദ്ദേഹം തകർത്തു പെയ്തിരുന്നു. ടീമിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കു വഹിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ബാറ്റിംഗിന് പുറമെ ബൌളിംഗിലും മികവ് പുലർത്തുന്ന അമയ് സെൻട്രൽ ഫോർ എക്സലൻസ് അണ്ടർ-19 ക്യാമ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള താരമാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ തുടർച്ചയായി 3-ാം വർഷവും കളിക്കാനൊരുങ്ങുന്ന ജോബിൻ ജോബി ഇതിനകം തന്നെ ലീഗിൽ തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കഴിഞ്ഞു. കൂറ്റനടികളിലൂടെ ശ്രദ്ധേയനായ ജോബിൻ ആദ്യ സീസണിൽ കൊച്ചിക്ക് വേണ്ടി ചില മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ഒരു ഫാസ്റ്റ് ബൌളർ എന്ന നിലയിലും താരം ഗണ്യമായ മികവ് പുലർത്തി. ഒരു യഥാർത്ഥ ഓൾറൗണ്ടർ എന്ന നിലയിൽ ജോബിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നതായിരുന്നു കഴിഞ്ഞ കുച്ച് ബിഹാർ ട്രോഫിയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം. ടൂർണമെന്റിൽ ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഒരേസമയം സെഞ്ചുറിയും 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി ജോബിൻ ചരിത്രം കുറിച്ചിരുന്നു. ഈ ഉയർന്ന ആത്മവിശ്വാസത്തോടും മികച്ച ഫോമിലുമാണ് ജോബിൻ കൊച്ചിക്ക് വേണ്ടി പുതിയ സീസണിലേക്ക് കളിക്കാനിറങ്ങുന്നത്.